അൻഷാദേ, ഈ രേണുവിന്റെ മൂത്ത മോൻ കിച്ചുവിനെ പരനാറിന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് നിന്നെ പരനാറിന്ന് വിളിക്കുന്നതല്ലേ? നീ തന്നെ ഇന്നലെ പറഞ്ഞു രേണുവിന്റെ സുഹൃത്തുക്കൾ രേണുവിന് അനുകൂലമായി പോസ്റ്റ് ഇട്ടിരുന്നു. രേണു ഹോസ്പിറ്റലാണെന്നുള്ള വിവരം സമൂഹത്തിൽ അറിയിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വിമർശിച്ചവനാണ് നീ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അനിൽ ചന്തോച്ചിറ. ഈ കഴിഞ്ഞ ദിവസം രേണു ഹോസ്പിറ്റലായ സമയത്ത് രേണുവിനെ സ്നേഹിക്കുന്നവരും രേണുവിന്റെ സുഹൃത്തുക്കളും ഒരുപാട് പേര് രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും രേണു ഐസിയുലാണെന്നുള്ള വിവരം നമ്മൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് രേണുവിന്റെ മറ്റൊരു സുഹൃത്താണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അൻഷാദ് പാല എന്ന് പറയുന്ന ഒരാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള ഇത്രയും വലിയൊരു ആശുപത്രിയിൽ സുരക്ഷാ വീഴ്ചകൾ വരുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോ. അന്ന് ഞാൻ അതിനെ എതിർത്തും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നേ ഒരു സംശയമുണ്ടായിരുന്നു, ഈ അൻഷാദ് പാല എന്ന് പറയുന്ന വ്യക്തി നോർമൽ അല്ല. പുള്ളി എന്തോ മയക്കുമരുന്ന് പോലുള്ള MDMA പോലുള്ള വസ്തുക്കൾ അടിച്ചിട്ടായിരിക്കണം അന്ന് അവിടെ നിന്ന് ആ വീഡിയോ ചെയ്തത്. നമുക്ക് അന്ന് ആദ്യത്തെ ആ വീഡിയോയും കാണാം, എങ്കിൽ ഇന്ന് ആ പുള്ളി പറയുന്ന മറ്റൊരു വീഡിയോയും കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാം പുള്ളിയുടെ മാനസിക നില എങ്ങനെ ഉള്ളതാണെന്ന്. ഒരു നോർമലിലുള്ള ഒരാൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ചെയ്യില്ല. ഞാൻ അന്ന് സംശയിച്ച എൻ്റെ ഒരു സംശയമാണ്, ശരിക്കും പുള്ളിക്ക് എന്തോ മാനസികമായുള്ള ഒരു വിഭ്രാന്തി ഉണ്ട്, അതല്ലെങ്കിൽ MDMA പോലുള്ള എന്തോ മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതുകൊണ്ടാണ് അന്നും ഇന്നും രണ്ട് നിലപാടിൽ സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം രണ്ട് വീഡിയോകളും ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം, എൻ്റെ പേര് അൻഷാദ് എന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ സെൻ്ററിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഓങ്കോളജി ICUയുടെ മുന്നിലാണ്. രേണുസുതി നിലവിൽ ICUയിൽ അഡ്മിറ്റാണ്, ശരിയാണ്. പക്ഷേ രേണുവിൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ചില ആളുകളുടെ വീഡിയോസൊക്കെ കാണാനിട വന്നു രേണു അത്യാസന്ന നിലയിലാണ് എന്ന്. ശരിക്കും അങ്ങനെയൊന്നുമല്ല കാര്യം. ബ്ലഡിലെ കൗണ്ടിൻ്റെ ഇഷ്യൂ ആയിട്ട് അവളെ രാവിലെ വന്നപ്പോൾ ഇവിടെ വാർഡിലായിരുന്നു കുറച്ച്. ഓക്കെ, അപ്പൊ അൻഷാദ് പറഞ്ഞ കേട്ടല്ലോ, രേണുവിന്റെ സുഹൃത്തുക്കൾ വീഡിയോ ചെയ്തതും രേണു നോർമൽ ആണെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. അതിനുശേഷം രേണുവിനെ വിമർശിക്കുന്നവർ കുറെ ആൾക്കാർ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടവരെ വിമർശിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം അതിനുശേഷം പറഞ്ഞു, എനിക്ക് റീച്ച് അല്ല എൻ്റെ വിഷയം എനിക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അറിയിക്കണമെന്നായിരുന്നു പറഞ്ഞത്. എങ്കിൽ അതിനുശേഷം പുള്ളി പറയുന്ന അടുത്ത സത്യസന്ധമായ കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറിയൊന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ എങ്ങനെ അൻഷാദ്, എന്താണ് അൻഷാദ് പറഞ്ഞത്? രേണു ഇന്നൊന്നും ആത്മഹത്യക്ക് ശ്രമിച്ചു, തൂങ്ങി ഫാനിൽ. ഇനി അൻഷാദ് ബാക്കിയോടെ പറയാം, അതിനുശേഷം ബാക്കി നമുക്ക് പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, അത് കണ്ട് അൻഷാദേ, രേണുവിന്റെ മൂത്ത മകൻ കിച്ചു അവനെ പരനാറിന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് നിന്നെ പരനാറിന്ന് വിളിക്കുന്നതല്ലയോ? നീ ഇന്നലെ പറഞ്ഞത് എന്താണ്? ഇന്ന് നീ പറയുന്നു രേണു ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. നിന്നോട് ആരാണ് ഇത് പറഞ്ഞത്? ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ പടച്ചു വിടാൻ നിനക്ക് യാതൊരു നാണവുമില്ല. എന്തെങ്കിലും MDMA കഞ്ചാവോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അത് അടിച്ചിട്ട് വീട്ടിൽ മര്യാദയ്ക്ക് കിടക്കുക. ഈ സമയത്ത് ഫോൺ എടുത്തിട്ട് വായി തോന്നുന്ന വിവരക്കേട് വിളിച്ച് പറയരുത് സമൂഹത്തോട്. ഇന്നലെ നിന്നെ അനുകൂലിച്ച് കുറെ രേണുവിന്റെ വിമർശകരുണ്ടായിരുന്നു, നിന്നെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നേ. അപ്പൊ നീ വിചാരിച്ചു കുറച്ച് റീച്ചൊക്കെ കിട്ടിയപ്പോ ഇനി അവർ ഇതേപോലെ തന്നെ നീ പറയുന്ന എന്തും എടുത്തു വെച്ചങ്ങ് അലക്കുമെന്നില്ലേ? സാധാരണ പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും ഇവരെ പറ്റി നല്ലൊരു ധാരണയായിട്ടുണ്ട്, ഈ ഒരു ടീമിനെ പറ്റി. ഈ ഞങ്ങൾ സ്വയം പ്രമുഖരാണ്, ഞങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാൻ ലൈസൻസ് ഉണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ സ്വഭാവം ഇപ്പൊ കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി കൊടുത്തെടുത്തൊക്കെ പോലീസുകാർക്ക് മനസ്സിലായി ഇവർക്ക് എന്ത് ലൈസൻസ് ഉണ്ടെന്നും ഇവർ എന്ത് തരം റിയാക്ഷനാണ് ചെയ്യുന്നതെന്നും സാധാരണക്കാർ മെക്കിട്ട് കയറുന്ന എല്ലാം മനസ്സിലായി. ഇനി അവരുടെ വാഹലെ പിടിച്ചോണ്ട് നീ കയറി വന്നിട്ട് ഇന്നലെ ഇച്ചിരി അവരുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ നീ വിചാരിച്ചു വായി തോന്നുന്ന എന്തും പറയാന്നില്ലേ? ഇത് നിനക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോടാ? ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ? ഏതെങ്കിലും മനുഷ്യനായുള്ള ഒരുത്തം പറയുന്നതാണോടാ? അല്ല, വയ്യാതെ കിടക്കുന്ന ഒരു സ്ത്രീയല്ലേ അവര്. രേണു എന്തോ ആയിക്കോട്ടെ, അവർക്ക് ക്യാൻസർ വന്നു, അവർ ICUലായിരുന്നു, അത് റിക്കവർ ചെയ്യാതെ ഒരു വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. ഈ സമയത്ത് അത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയാൻ നിനക്ക് നാണവും മാനവും ഉണ്ടോടാ? നാണവും മാനവും ഉണ്ടോ? അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? ഇനിയെങ്കിലും ഇതുപോലുള്ള വിവരക്കേടും പറഞ്ഞുകൊണ്ട് നീ സോഷ്യൽ മീഡിയയിലോട്ട് വരല്ലേ. നിന്നെ സപ്പോർട്ട് ചെയ്ത കുറെ ടീമുകൾ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഇത് തന്നെയായിരുന്നു, അപവാദം പറച്ചിലായിരുന്നു. അതിനെയായിരുന്നു ഞങ്ങൾ വിമർശിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് അപവാദം പറയാനും ഇല്ല, കേസ് കൊടുക്കാനും ഇല്ല. കേസ് കൊടുത്തെടുത്തൊക്കെ 8ന്റെ പണിയും കിട്ടി. അതുകൊണ്ട് അവരൊക്കെ ഒന്ന് ഒതുങ്ങി. പക്ഷെ ഇനി അവർക്ക് റിട്ടേൺ വരണമെങ്കിലും രേണുസുതിയുടെ പേര് പറഞ്ഞാലേ അവർക്ക് എന്തെങ്കിലും റീച്ച് കിട്ടത്തുള്ളൂ. പലരും പല രീതിയിൽ അതിനെപ്പറ്റി രേണുസുതിയുടെ പേര് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ നിന്റെ ഒരു വീഡിയോ കിട്ടിയപ്പോൾ U-ടേൺ എടുത്ത് വന്നവരുണ്ട്, കിച്ചുവിന്റെ വീഡിയോ കിട്ടിയപ്പോൾ U-ടേൺ എടുത്ത് വന്നവരുണ്ട്. ഇവരെല്ലാം റീച്ച് നോക്കി വന്നത്. അപ്പൊ നീ ചോദിക്കും ഞങ്ങൾ റീച്ചിന് അല്ലേ? നമ്മൾ റീച്ച് പറയുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ സത്യസന്ധത വേണം.
നമ്മൾ പറയുന്നതിന് ഒരു കുറച്ചൊക്കെ സത്യസന്ധത വേണം. ഇതുപോലുള്ള ഊളത്തരമായിട്ട് ഇനി നീ വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഊളകളെ തിരിച്ചറിയുക. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. അപ്പൊ ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഇനിയും വരാം. ഓക്കെ, ബൈ ബൈ.